നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. അർജുനൻ്റെ സംശയങ്ങൾ കൃഷ്ണനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദ യോഗം കഴിയുമ്പോൾ സാഖ്യയോഗത്തിലാണ് ഭഗവാൻ ഇതിനൊക്കെ അർജുനൻ്റെ സംശയ നിവാരണം നടത്തുന്ന ഗീതാ ഉപദേശങ്ങൾ തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ബന്ധുക്കളോടൊക്കെ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ച് നിർത്തുന്ന ഭാഗത്താണ് നാം നിർത്തിയത്. ശ്ലോകം 37. അടുത്ത ശ്ലോകം 38. യദ്യപ്യേതേന പശ്യന്തി ലോപോപഹതചേതസഃ കുലക്ഷേകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. ശ്ലോകം 39. കഥം ന ജ്ഞേയമസ്മാഭിः പാപാദസ്മാന്നിവർത്തിതും കുലക്ഷേകൃതം ദോഷം പ്രപശ്യത് ജനാർദ്ദന. ഈ രണ്ട് ശ്ലോകങ്ങളിലും അർജുനൻ ചോദിക്കുന്നത് ലോഭം കൊണ്ട് ഭ്രഷ്ടരായത് മൂലം കൗരവർ കുലക്ഷയത്തിലൂടെ ഉണ്ടാകുന്ന ദോഷമോ മിത്രങ്ങളെ ഉപദ്രവിക്കുന്നത് മൂലമുള്ള പാതകങ്ങളോ കാണുന്നില്ല. എങ്കിലും ഹേ ജനാർദ്ദന, കുലക്ഷയം മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ നാം കാണേണ്ടതല്ലേ? പിന്നെന്തുകൊണ്ട് നമുക്ക് ഈ പാപത്തിൽ നിന്നും പിന്മാറിക്കൂടാ? ആ കുലക്ഷയം കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ നാം കാണണ്ടേ? പിന്നെന്തിനാണ് നാം അവരോട് യുദ്ധം ചെയ്യുന്നത് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അടുത്ത രണ്ട് ശ്ലോകങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണമർദ്ധമോ അധർമ്മോ അഭിഭവത്യുതേ. അധർമാഭിവദാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. ഈ രണ്ട് ശ്ലോകങ്ങളിലും കൗരവരുടെ കുലക്ഷയത്തിൻ്റെ കാര്യവും അങ്ങനെയുള്ളവരോട് യുദ്ധം ചെയ്യുന്നത് എന്തിനാണ് എന്നുമാണ് അർജുനൻ ചോദിക്കുന്നത്. കുലക്ഷയം കൊണ്ട് സനാതനമായ പരമ്പരകൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന കുലധർമ്മം നഷ്ടപ്പെട്ടു പോകും. കുലധർമ്മം നശിച്ചാൽ അധർമ്മം കുലത്തെ കീഴ്പ്പെടുത്തും. അല്ലയോ കൃഷ്ണ, അധർമ്മത്താൽ കുലസ്ത്രീകൾ ദുരാചാരണികളായി തീരും. അല്ലയോ വൃഷ്ണികുലോൽപ്പന്നനായ കൃഷ്ണ, സ്ത്രീകൾ ദൂഷിതകളായി വർണ്ണസങ്കരം ഉണ്ടായിത്തീരും. ഇതൊക്കെ അർജുനൻ്റെ മനസ്സിലെ സംശയങ്ങളും വ്യാകുലതകളും എല്ലാമാണ്. ഇതെല്ലാം ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഇതെല്ലാം കേട്ട് എല്ലാം ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അർജുനൻ എവിടം വരെ എന്തൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നു, എവിടം വരെ പോകും എന്ന് ഭഗവാൻ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അർജുനൻ എല്ലാ ദുഃഖങ്ങളും സംശയങ്ങളും മാറി യുദ്ധസന്നദ്ധനായി തീരുന്നത്. അതിന് കുറച്ച് സമയങ്ങളോട് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം. സർവേശ്വരൻ നല്ലൊരു ദിവസം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.